ശ്രീ ജയസൂര്യൻ, ഒന്ന് കേരളം ഏറ്റവും അധികം ചർച്ച ചെയ്തിട്ടുള്ള ഒരു കേസാണ്. അതിൻ്റെ അന്വേഷണം അതിൻ്റെ അവസാനത്തെ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഒരുപാട് വൈതരണികളുള്ള കേസായിട്ടാണ് ആ കേസിനെ ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് തന്നെ കണ്ടിട്ടുള്ളതും. ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ കേസിൻ്റെ മുന്നോട്ട് പോക്കിനെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കും എന്ന് വിചാരിക്കുന്നുണ്ടോ? കേസ് അട്ടിമറിക്കാനുള്ളൊരു നീക്കം അണിയറയിൽ ഉണ്ട് എന്ന് സംശയിക്കുന്നുണ്ടോ? എന്താണ് ആ കാര്യത്തിലെ BJPയുടെ ടേക്ക്? തീർച്ചയായിട്ടും ഇത് കേസ് അട്ടിമറിക്കാനുള്ള നീക്കം തന്നെയാണ്. അതുകൊണ്ടാണ് BJP നേതാവ് ശ്രീ PK കൃഷ്ണദാസ് പറഞ്ഞത് ഇത് CBIക്ക് വിടണം. കാരണം കേരളത്തിൽ ഈ ഇടത് വലത് മുന്നണികൾ മാറി മാറി ഭരിച്ചാലും ഭരണപക്ഷം പ്രതിപക്ഷത്തിരുന്നാലും ഇവരൊക്കെ അഴിമതിയുടെ കാര്യം വരുമ്പോൾ ഒരൊറ്റ മുന്നണിയാണ്. ഇവർ ഇന്ത്യ മുന്നണി തന്നെയാണ്. അപ്പോൾ പരസ്പരം സഹായിച്ചുകൊണ്ട് ഈ കേസിൽ പ്രതികളെ രക്ഷപ്പെടുത്താനും അതിൻ്റെ ലാഭം വീതിച്ചെടുക്കാനും വേണ്ടിയുള്ള വലിയ ഗൂഢാലോചനയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അത് അയ്യപ്പൻ്റെ വിഷയമായതുകൊണ്ട് വളരെ നേരത്തെ തന്നെ പുറത്തു വന്നു, നമുക്കിത് കാണാൻ കഴിഞ്ഞു എന്ന് മാത്രം. ഏതായാലും ഒരു കാര്യം സത്യമാണ്, ആത്മാർത്ഥത ഇവിടെ ഗവൺമെൻറ്റിനില്ല. അത് മുഖ്യമന്ത്രിക്കുമില്ല, നിയമവകുപ്പിനുമില്ല, അതേപോലെ തന്നെ ദേവസ്വം മന്ത്രിക്കുമില്ല. അപ്പോൾ ക്യാബിനറ്റ് കൂട്ടായിട്ട് ഈ കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നു എന്ന് ദേവസ്വം മന്ത്രി പറയുമ്പോൾ ക്യാബിനറ്റിൽ ആർക്കും ഈ കാര്യത്തിൻ്റെ സത്യം തെളിഞ്ഞ് വസ്തുത പുറത്തു വരണം, പ്രതികൾ ശിക്ഷിക്കപ്പെടണം, തൊണ്ടി മുതൽ അല്ലെങ്കിൽ കള്ളം മുതൽ കണ്ടെടുക്കണം എന്നുള്ള യാതൊരു ആത്മാർത്ഥതയുമില്ല. അതുകൊണ്ട് LDFO UDFO ആര് നടത്തുന്ന അന്വേഷണവും കേരളത്തിൻ്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സത്യം പുറത്തു കൊണ്ടുവരാൻ പോകുന്നില്ല. അയ്യപ്പൻ്റെ മുതലായതുകൊണ്ട് ഇത്രയെങ്കിലുമൊക്കെ പുറത്തു വന്നു. പക്ഷെ സത്യസന്ധമായിട്ട് ഈ കാര്യങ്ങൾ അന്വേഷിക്കണമെങ്കിൽ, പൂർണ്ണമായ അന്വേഷണത്തിൽ സത്യം പുറത്തു വരണമെങ്കിൽ അത് കേന്ദ്ര ഏജൻസി CBI തന്നെ ഇത് അന്വേഷിച്ചാൽ മാത്രമേ ഇത് പുറത്തു വരികയുള്ളൂ. അതിന് സംസ്ഥാന ഗവൺമെൻറ് അനുമതി കൊടുക്കണം, ശുപാർശ ചെയ്യണം എന്നുള്ളതാണ് BJPയെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത്. മാത്രമല്ല കേരള സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തിലുള്ള ഗൗരവം നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. അയ്യപ്പനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ വലിയ രാഷ്ട്രീയ തിരിച്ചടികൾ ഇവിടുത്തെ മുന്നണികളൊക്കെ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് ഇക്കാര്യത്തിൽ വീണ്ടും ഒളിച്ചുകളിയും കള്ളക്കളിയുമാണ് UDF നേതൃത്വം കൊടുക്കുന്നതെങ്കിൽ അടുത്ത തിരിച്ചടി UDFനായിരിക്കും ലഭിക്കുക. എന്തുതന്നെയാണെങ്കിലും രാഷ്ട്രീയത്തോടും ഭരണത്തോടും ദേവസ്വത്തോടും പൊതുജനങ്ങളോടുമുള്ള ആത്മാർത്ഥതയും കൂറുമുണ്ട് എങ്കിൽ അത് കൃത്യമായി തെളിയിക്കേണ്ട അവസരമാണ് ഇത്. അവിടെ പോലും ഈ തരത്തിലുള്ള ഒളിച്ചുകടത്തൽ നടത്താൻ വേണ്ടി മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ മുൻകൈയെടുത്തു എന്ന് പറയുമ്പോൾ, ക്യാബിനറ്റ് അതിന് അനുവാദം കൊടുത്തു എന്ന് പറയുമ്പോൾ, ഇത് കൂട്ടുത്തരവാദിത്വമാണ് എന്ന് ദേവസ്വം മന്ത്രി പറയുമ്പോൾ, ഒരു മന്ത്രിസഭ മുഴുവൻ, ഇവിടെ മുഴുവൻ ക്യാബിനറ്റ് മന്ത്രിമാരാണല്ലോ, അപ്പോൾ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് മുഴുവൻ ഒന്നിച്ചിരുന്നുകൊണ്ട് എടുക്കുന്ന ഒരു തീരുമാനം സത്യത്തെ മറയ്ക്കാൻ വേണ്ടിയുള്ളതാണ്, കള്ളന്മാരെ രക്ഷിക്കാൻ വേണ്ടിയുള്ളതാണ്, കൊള്ള മുതൽ വീതം വെച്ചെടുക്കാൻ വേണ്ടിയുള്ളതാണ് എന്ന് കേരളീയ സമൂഹം ന്യായമായും സംശയിക്കുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ അന്വേഷണം കേരളത്തിന് വെളിയിലേക്ക് പോകണം. കേന്ദ്ര ഏജൻസി അന്വേഷിച്ചാൽ മാത്രമേ സത്യം പുറത്തു വരൂ എന്നാണ് BJPയുടെ അഭിപ്രായം. ശരി.